എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭാവങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചെയ്യുന്നത്. മുന്നേ ഒരു വീഡിയോയിൽ ലഗ്നത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിനോട് അനുബന്ധിച്ച് തന്നെ എന്താണ് ഭാവങ്ങൾ എന്ന് ചെറിയ ഒരു സൂചനയും നൽകിയിരുന്നു. അതായത് ലഗ്നം 1-ാം ഭാവമാണ്, അത് കഴിഞ്ഞ് വരുന്ന രാശി 2-ാം ഭാവം, പിന്നീടുള്ളത് 3-ാം ഭാവം, അങ്ങനെ ലഗ്നത്തിന് തൊട്ടുപുറകിലുള്ള രാശി 12-ാം ഭാവമായിട്ട് അറിയപ്പെടുന്നു എന്ന് നമ്മൾ സാമാന്യമായിട്ട് ചെറിയ രീതിയിൽ പഠിച്ചു. ഇന്നത്തെ വീഡിയോയിൽ ഈ ഭാവങ്ങളെ കൂടാതെ ഭാവാധിപൻ എന്താണ് എന്നുകൂടി നമ്മൾക്ക് പഠിക്കണം. അതായത് ഓരോ രാശിക്കും ഓരോ അധിപന്മാരുണ്ട് എന്ന് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. മേടം രാശിക്ക് ചൊവ്വ, ഇടവം രാശിക്ക് ശുക്രൻ, മിഥുനം രാശിക്ക് ബുധൻ എന്നിങ്ങനെ 12 രാശികൾക്കും ഓരോരോ അധിപനായിട്ടുള്ള ഗ്രഹങ്ങൾ ഉണ്ട്. സൂര്യചന്ദ്രന്മാർക്ക് ഒരു രാശിയും ബാക്കിയുള്ള താരാഗ്രഹങ്ങൾക്ക് ഈ 2 രാശിയും വീതമാണ് ഉള്ളത് എന്നും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ് ലഗ്നാധിപൻ, എന്താണ് ഭാവാധിപൻ എന്നുള്ളതാണ്. ഭാവങ്ങൾ നമ്മൾ പഠിച്ചു. ലഗ്നം എന്നത് എല്ലായ്പ്പോഴും 1-ാം ഭാവമായിരിക്കും. ലഗ്നം കഴിഞ്ഞ് വരുന്ന 2ാമത്തെ കള്ളി അല്ലെങ്കിൽ രാശി എന്ന് പറയുന്നത് 2-ാം ഭാവമായിരിക്കും. ഈ ലഗ്നം ഏത് രാശിയിലാണോ വരുന്നത് ആ രാശിക്ക് ഒരു അധിപൻ ഉണ്ടാകുമല്ലോ. ആ അധിപനെ നമ്മൾ ലഗ്നാധിപൻ എന്ന് വിളിക്കും. ഉദാഹരണത്തിന് മേടം രാശി ലഗ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ മേടം രാശിയുടെ അധിപതി ആരാണ്? ചൊവ്വയാണ്. ആ ചൊവ്വയാണ് ലഗ്നാധിപൻ. 2-ാം ഭാവാധിപൻ ആരായിരിക്കും? 2-ാം ഭാവമായിട്ട് വരുന്ന രാശി ഏതാണ്? ഇടവമാണല്ലോ. അങ്ങനെ ആകുമ്പോൾ ഇടവൻ രാശിയുടെ അധിപനായിട്ടുള്ള ശുക്രൻ 2-ാം ഭാവാധിപതിയായിട്ട് വരും. ഈ രീതിയിൽ ഏതൊക്കെ ഭാവങ്ങളായിട്ടാണ് ഏതൊക്കെ രാശികൾ വരുന്നു എന്ന് നോക്കുക. ആ രാശിയുടെ അധിപനാണ് ആ ഭാവത്തിൻ്റെ അധിപനായിട്ട് വരിക. ഇവിടെ 12-ാം ഭാവം മീനം രാശിയാണ് വരിക. മീനം രാശിയുടെ അധിപനായിട്ടുള്ള വ്യാഴം 12-ാം ഭാവാധിപനായിട്ട് വരും. ഈ രീതിയിലാണ് ഭാവാധിപന്മാരെ നമ്മൾ കണക്കാക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇവിടെ വേറൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ വൃശ്ചിക ലഗ്നമാണ് എന്ന് വയ്ക്കുക. വൃശ്ചിക ലഗ്നം, ആ വൃശ്ചികം രാശിയുടെ അധിപനായിട്ടുള്ള ഗ്രഹമാരാണ്? ചൊവ്വയാണ്. അപ്പോൾ വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ച ഒരാളുടെ ലഗ്നാധിപൻ എന്ന് പറയുന്നത് ചൊവ്വയായിരിക്കും. മകരം രാശിയാണ് ലഗ്നം എന്ന് വയ്ക്കുക. മകരം രാശിയിൽ ജനിച്ച ഒരാളുടെ ലഗ്നാധിപൻ ആരായിരിക്കും? ശനിയായിരിക്കും. ചിങ്ങം രാശി ലഗ്നമായിട്ട് ജനിച്ച ഒരാളുടെ ലഗ്നാധിപൻ സൂര്യനായിരിക്കും. നമ്മുടെ ജാതകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹം തന്നെയാണ് ലഗ്നാധിപൻ. അതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് എടുത്തു പറഞ്ഞത്. അപ്പോൾ ചിങ്ങം രാശിയിൽ ജനിച്ച ഒരാളുടെ 2-ാം ഭാവാധിപനായിട്ട് വരുന്നത് 2-ാം ഭാവമായിട്ട് വരുന്ന കന്നി രാശിയുടെ അധിപനായിട്ടുള്ള ബുധനാണ്. ഇങ്ങനെയാണ് ലഗ്നാധിപനെയും ഭാവാധിപന്മാരെയും നമ്മൾ കണക്കാക്കുന്നത്. ഇത് ജ്യോതിഷത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഫലനിർവചനത്തിന് വളരെയധികം ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഭാവവും ഭാവാധിപന്മാരും. അപ്പോൾ ഭാവം എന്താണെന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഭാവാധിപൻ എന്താണ് എന്ന് പഠിച്ചു. ലഗ്നാധിപൻ എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യം കൂടി പറയാനുള്ളത്, ഭാവാധിപനായിട്ടുള്ള ഗ്രഹം മറ്റൊരു ഭാവത്തിൽ പോയിട്ട് നിൽക്കുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കണം. ഒരു വൃശ്ചിക രാശിക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ വൃശ്ചിക ലഗ്നജാതനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ജാതകം എടുക്കാം. ഇവിടെ ലഗ്നാധിപതി ആയിട്ടുള്ള ഗ്രഹം ചൊവ്വയാണ്. ചൊവ്വ ഇവിടെ നിന്നിരിക്കുന്നത് 5-ാം ഭാവത്തിലാണ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ സാധാരണ ഭാവം എന്നുള്ള കൺസെപ്റ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വൃശ്ചിക രാശിയുടെ അധിപനായിട്ടുള്ള ഗ്രഹം 5-ൽ നിന്നിരിക്കുന്നു, 5-ൽ ചൊവ്വ നിൽക്കുന്നു എന്ന് മാത്രമേ പറയാറുള്ളൂ. പക്ഷേ ഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരാൾ ഇവിടെ എന്തൊക്കെ മനസ്സിലാക്കും? അത് ചൊവ്വ എന്നുള്ള കൺസെപ്റ്റ് മാത്രമല്ല, ആ ചൊവ്വ ആരുകൂടിയാണ്? അവിടെ ലഗ്നാധിപനുമാണ്, അതുപോലെ 6-ാം ഭാവാധിപതിയാണ്. 6-ാം ഭാവം എന്ന് പറയുമ്പോൾ മേടം രാശി വരും. അതിൻ്റെ അധിപതി കൂടിയായിട്ടാണ് ചൊവ്വ വരുന്നത്. അപ്പോൾ ഈ വൃശ്ചിക ലഗ്നക്കാരനെ സംബന്ധിച്ചിടത്തോളം ലഗ്നാധിപതിയും 6-ാം ഭാവാധിപതിയുമായിട്ടുള്ള ചൊവ്വ 5-ൽ നിൽക്കുന്നു എന്ന് പറയണം. ഇവിടെ ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ശുക്രൻ ഇവിടെ 2 ഭാവങ്ങളുടെ അധിപതിയായിട്ട് വരുന്നുണ്ട്. ഒന്ന് 7-ാം ഭാവമായിട്ടുള്ള ഇടവം,
വൃശ്ചികത്തിൽ നിന്നും 7ാം ഭാവമായിട്ട് വരുന്ന ഇടവമാണ്, അതിൻ്റെ അധിപതിയും ശുക്രനാണ്. അതുപോലെ 12ാം ഭാവമായിട്ട് വരുന്ന തുലാം രാശിയുടെ അധിപനും ശുക്രനാണ്. അപ്പോൾ ഇവിടെ ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുന്നു എന്ന് മാത്രം കരുതിയാൽ പോരാ, ആ ശുക്രൻ 7ാം ഭാവാധിപതിയുമാണ്, അതുപോലെ 12ാം ഭാവാധിപതിയുമായിട്ട് നിൽക്കുന്നു എന്നുള്ള വിഷയം കൂടി നമ്മൾ കൂടുതൽ മനസ്സിലാക്കണം. ഇതാണ് ഭാവാധിപൻ എങ്ങനെ ഭാവത്തിൽ നിൽക്കുന്നു എന്നുള്ളതിന് ഉദാഹരണമായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ച കാര്യങ്ങൾ, ഒന്ന് എന്താണ് ഭാവം എന്നുള്ളതും ഭാവത്തിൻ്റെ അധിപന്മാർ ആരാണ് എന്നും എങ്ങനെയാണ് കാണുക എന്നും, അതിനുശേഷം ഉദാഹരണമായിട്ട് ഓരോരോ ഭാവാധിപന്മാർ ഏതേത് ഭാവങ്ങളിൽ നിൽക്കുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ഈ 3 തലത്തിൽ നമ്മൾ ജാതകത്തെ നോക്കാറുണ്ട്. ഒന്ന് രാശിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, ഭാവവുമായിട്ടും ഭാവാധിപന്മാരുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ. അതൊരു 3 പ്ലെയിനായിട്ട് തലങ്ങളായിട്ടാണ് നമ്മൾ പറയാറുള്ളത്. ഒരു ഗ്രഹം എന്നുള്ള നിലയിൽ ഒന്നിനെ പരിഗണിക്കുമ്പോൾ തന്നെ അത് ഭാവാധിപൻ എന്നുള്ള നിലയിൽ കൂടി നമ്മൾ അതിനെ വേറൊരു തലത്തിലൂടെ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ക്ലാസ്സുകൾ നമ്മൾ ചെയ്യും. ഭാവത്തെക്കുറിച്ചും ഭാവാധിപന്മാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിലാണ് അത് ചെയ്യേണ്ടത്. എങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് കൊണ്ട് ഞാനത് ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ പറഞ്ഞു എന്നുള്ളത് മാത്രം. ഇനി അടുത്ത വീഡിയോയിൽ ഓരോ ഭാവത്തെക്കുറിച്ചും എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത് എന്ന് നമ്മൾക്ക് വിശദമായിട്ട് പഠിക്കാം. വിശദമായിട്ടല്ല, ഏറെക്കുറെ അതിൻ്റെ ബേസിക്കുകൾ നമുക്ക് പഠിക്കാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.